മക്കളുടെ പേരും വിളി കഴിഞ്ഞു. അച്ഛൻ പരമേശ്വര നല്ലച്ഛനായിരിക്കുന്നല്ലോ. കൂളിവാക പെണ്ണിനെ വിളിച്ചു. കൂളിവാകയോടും പറഞ്ഞു, അല്ലയോ എന്റെ കൂളിവാകയെ, നീയായിരിക്കുന്നു ഇക്കണ്ടമായ മക്കളെയെല്ലാം തന്നെ നിന്നുടെ കൂളിക്കുന്ന കാട്ടകത്തുകൊണ്ട് അണിവളർത്തേണം മക്കൾക്കായിരിക്കുന്നു. 7-7 ഇളം വയസ്സ് പ്രായങ്ങൾ വന്നീരെടുക്കുമ്പോൾ മക്കള് കാണ്ഡിയം തപസ്സിൽ കൊണ്ടുവന്നു എന്ന് വന്നാൽ അവർക്ക് വീഴുന്ന വില്ലുവേലകൾ, ഏറുവാകണം, മണിയില്ലങ്ങൾ, ആയുധങ്ങളൊക്കെ തന്നെ കൽപ്പിച്ചു കൊടുക്കുവാനും കുറ്റം കുറവില്ല എന്നും പറഞ്ഞു. അച്ഛൻ പരമേശ്വരനായിരിക്കുന്നു. കൂളിവാക പെണ്ണിന് കുമ്പിൽ കഞ്ഞിയും കൊടുത്തു. കൂളിവാക മക്കളെയും എടുത്തു. മാനാൻകൊട്ടയും നിറവും ചെയ്തു. കുന്നുനീലി എന്ന മണിമാമല പുറത്തോളം വഴി പോകുമ്പോൾ മക്കളുടെ കുത്താത്തകാതിലോ അച്ഛൻ ശ്രീ പരമേശ്വരന്റെ ശംഖോട് മുദ്ര തിരുവടയാളങ്ങളും കാണപ്പെട്ടു. അന്നേരത്ത് അവർക്കായിരിക്കുന്നല്ലോ 7-7 ഇളം വയസ്സുകാല പ്രായങ്ങൾ വന്നീരെടുക്കുന്ന നേരത്ത് മക്കളവരായിരിക്കുന്നു. കാട്ടിലേക്ക് ഇറങ്ങുന്നു. തുള്ളലാട്ടം കളികളും തുടങ്ങുന്നു. അങ്ങനെ കാട്ടിലുള്ള കായ്കനികളൊക്കെ ഒടുങ്ങി പോകുന്നു. അന്നേരത്ത് മക്കളോടും പറഞ്ഞു കേട്ടാലും, മക്കളെ, നിങ്ങൾക്കിപ്പോൾ 7-7 ഇളം വയസ്സുകാലം പ്രായം വന്നീരെടുത്തല്ലോ. മക്കളെ, നിങ്ങളായിരിക്കുന്നു വേഗം തന്നെ കൈലാസത്ത് വഴി പോയാലേ കൈലാസനാഥൻ പരമേശ്വരന്റെ വലതു കയ്യാലേ നിങ്ങൾക്കറിഞ്ഞ മടിയില്ലെങ്കിലും ൂണൂട്ടും പൂജകൾക്കും കുറ്റം കുറവില്ല. മക്കളെ, എന്നതിലേക്ക് മക്കളവരായിരിക്കുന്നു. വലിയായി നിരനിരനിരയായ മഹാളിക്കൂട്ടിലകിയതുപോലെ ആദി ശ്രീകൈലാസം നോക്കി വഴി പോകുന്ന കാലം അന്നേരത്തിക്കലായിരിക്കുന്നു. പൊന്നുണ്ണി വിഷ്ണുമായ മകനും പറഞ്ഞു, അല്ലയോ എന്റെ 4 ചേട്ടന്മാരെ, നമ്മളായിരിക്കുന്നു ഈ വണ്ണം കൈലാസത്ത് വഴി പോയെന്ന് വന്നാല് അച്ഛൻ പരമേശ്വര നല്ലച്ഛൻ നമ്മളുടെ ശക്തി ബുദ്ധി വിലക്കരുത്തുകൾ അറിയില്ല. ആയതിനെ കൊണ്ട് നമ്മളായിരിക്കുന്നു മായവേഷത്താല വഴി പോകണമെന്നും പറഞ്ഞു. പൊന്നുണ്ണി വിഷ്ണുമായ മകനായിരിക്കുന്നല്ലോ. പുള്ളി പൂങ്കൂഴിച്ചാത്തന്റെ മായാവേഷങ്ങളൊക്കെ അവതരിക്കുന്നു. പുഷ്കര കണ്ഠനാദങ്ങളൊക്കെ കരിയുണർത്തുമ്പോൾ അച്ഛൻ പരമേശ്വര നല്ലച്ഛനും കേട്ടതഞ്ഞു. അന്നേരത്ത് പരമേശ്വര നല്ലച്ഛനും മക്കളോട് ചോദിച്ചു, അല്ലയോ എന്റെ മക്കളെ, നിങ്ങൾ എന്തോരു വഴി മൂലം കൊണ്ടിവിടെ വന്ന കാര്യം എന്തെന്ന് കേൾക്കണമ. അപ്പോൾ പറഞ്ഞു, മക്കളായിരിക്കുന്നു, അല്ലയോ അച്ഛാ പരമേശ്വര, ഞങ്ങൾക്ക് 7-7 ഇളം വയസ്സായല്ലോ.
ആയതിനെ കൊണ്ടച്ഛന്റെ വലങ്കയ്യാലെ ഞങ്ങൾക്ക് കുറഞ്ഞൂറ് വില്ലും വേലകള് മണിയില്ലങ്ങള് ആയുധങ്ങളൊക്കെ കൽപ്പിച്ചു തന്നേ മതിയായുള്ളൂ എന്റെ പരമേശ്വരായോ. വാസുപുരം കുടുംബാളയ്യപ്പള്ളി ഒക്കെയും ഒടുവിൽ പറഞ്ഞ അസുരാകുരുവേ പൊന്നുണ്ണി വിഷ്ണുവായ മകന് ഭൂമിയിലോ കത്ത് കാട്ടുമാണം പുഞ്ചനല്ലൂരച്ഛൻ പണ്ടേതിരി തമ്പുരാന്റെ മണിയില്ലങ്ങളൊക്കെ തൊട്ടുകൊണ്ട് മകനോടും പറഞ്ഞു അല്ലയോ പൊന്നുണ്ണി വിഷ്ണുവായി നീയായിരിക്കുന്നു ഭൂമിലോകത്ത് കാട്ടുവാണം പുഞ്ചനല്ലൂരച്ഛൻ പണ്ടേതിരി തമ്പുരാന്റെ 10 പന്തിയിലായിരം പറവിതയ്ക്കുന്ന പുഞ്ചവയൽ കണ്ണങ്ങളൊക്കെ തേക്കും തെളിയും കഴിക്കണം മകനെ അന്നേരത്തായിരിക്കുന്നല്ലോ തമ്പുരാന്റെ വടക്കി പോലായിരോ കിട്ടിനാരായണി തങ്കമ്പിള്ള വലതു കയ്യാലെറിഞ്ഞിന കൂണൂട്ടും പൂജകൾക്കും കുറ്റം കുറവില്ലമായി എന്തിക്കരൾ ചെയ്യുന്നു വിഷ്ണുമായവനും പറഞ്ഞു കേട്ടാലും കേട്ടാലും പരമേശ്വര ഞാൻ ഭൂമിലോകത്ത് വഴി പോകണമെന്ന് വന്നാലോ കാരണമായിരിക്കൊന്നും മഴകല്ല നല്ല കയറി പോകുക വാഹനം തോറ്റി തന്നാലും എന്നതിലേക്ക് പരമേശ്വരൻ ഭഗവാനായിരിക്കുന്നു വേഗം തന്നെ അഞ്ചേമാനമെന്ന് കാലികരിടത്തു ഇടങ്കയിലോ വെച്ചത് ഭൂമി വലങ്കൈ കൊണ്ട് മുതപ്പിച്ചു മുതച്ചത് ആകാശമെന്നും ചൊല്ലിയ ജീവപ്രതിഷ്ഠ മന്ത്രങ്ങൾ ചൊല്ലി ജീവനെ വരുത്തുന്നുണ്ട് പ്രാണപ്രതിഷ്ഠ മന്ത്രങ്ങൾ ചൊല്ലി പ്രാണനെ വരുത്തുന്നുണ്ട് ജീവാത്മാവും പ്രാണാത്മാവും 9 പോലെ ഒരു കടിച്ചു നാഗാമണിയോട് വല്ലക്കൽ കൊണ്ട് നിനക്ക് കൊടുക്കുമ്പോ വട്ടക്കൊമ്പനെന്നും ചോരക്കണ്ണനെന്നും കാലിൽ കുറിയവനെന്നും മുണ്ടൻ കുറിവാനെന്നുള്ള ആര്യൻ ചെക്കൻ കണ്ണൻ മുണ്ടൻ ചെറുപോത്തായൊരു തിരിയുന്ന കാലം പോത്തിൻപുറക്കൈകൊണ്ടക്രം വെട്ടുന്നു പോത്തിൻപുറങ്കയിലിരിക്കുമ്പോൾ അമ്മ പാർവതി മാതാവിന്റെ വലക്കയ്യാല് പൊന്നുണ്ണി വിഷ്ണുമായ മകനായിരിക്കുന്നല്ലോ ഇരുതലക്കൽ ജലം വെട്ട കാനന മുച്ചാൻ കുറുവടി ആയുധമായി കൽപ്പിച്ചു കൊടുക്കുമ്പോൾ അച്ഛൻ പരമേശ്വര നല്ലച്ഛനും പറഞ്ഞു അല്ലയോ മകന് നീയായിരിക്കുന്നു ഇന്ന് കൈലാസത്തു നിന്നു വഴിപോ എന്ന് വന്നാൽ എന്നാണ് മകനെ കൈലാസത്തോളം വന്നിരിക്കാമെന്നും പറഞ്ഞ് അല്ലയോ അച്ഛനായിരിക്കുന്നല്ലോ പുഞ്ചനല്ലൂരച്ഛൻ പട്ടേരി തമ്പുരാന്റെ പുഞ്ചവയലി പാടങ്ങളൊക്കെ തീക്കുന്നത് കഴിഞ്ഞു ഇട്ടിനാരായണി നങ്ങമ്പിള്ള വലങ്കയ്യാല് വല്ലിക്കൂലികൾ കൈവഴങ്ങുന്നു കുന്നത്തുളിയാകാളി കണ്ണാരുടെ കുടിമണ്ണത്തുനിന്ന് കുപ്പിക്കള്ള് കുടുക്കക്കള്ളുകളൊക്കെ കുടിച്ചു ലഹരി പകരി പമ്പരി പരമാനന്ദം കൊള്ളുമ്പോൾ കൂട്ടുംപാട്ടും കൊള്ളാട്ടങ്ങളൊക്കെ കേട്ടിരിക്കാമെന്നും പറഞ്ഞു പൊന്നുണ്ണി വിഷ്ണുമായ മകനായിരിക്കുന്നു പൂത്തിൻ വളങ്ങളിലിരിക്കുന്നു ഇടങ്കൊമ്പത്തിടങ്കാലും വച്ചു വലങ്കൊമ്പത്ത് വലങ്കാലും വെക്കുന്നു കാലും മേക്കാലും കയറ്റി വെച്ചു കാമരൻ കുഴൽ പോകുന്നു അതേരം പുഞ്ചനല്ലൂരച്ചത് പട്ടേരി തമ്പുരാന്റെ നേരിലം നോക്കി അങ്ങനെ വഴി പോകുന്നപ്പോ
ബൈ